സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സീനിയർ ബോയ്സ് ഹേർഡിൽസിൽ തൃശൂരിന്റെ വിജയകൃഷ്ണന് സ്വർണം, പാലക്കാടിന്റെ സുഹൈലിന് വെള്ളി. വാസുദേവ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. അനിൽ, അങ്ങനെ തൃശൂരിന് മറ്റൊരു സ്വർണം കൂടി ലഭിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ജില്ലകളുടെ പോയിന്റ് നില? ഒപ്പം ഇപ്പോൾ നടക്കുന്ന മത്സരങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ. പ്രവിധ ആവേശകരമായ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ഇന്നത്തെ ഏറ്റവും വലിയ ഉഷാർ മത്സരം അല്ലെങ്കിൽ ഏറ്റവും ആകർഷകമായ മത്സരം ഹഡിൽസ് മത്സരങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ സീനിയർ വിഭാഗത്തിലെ മത്സരം പൂർത്തിയായിരിക്കുന്നു. തൃശ്ശൂരിന്റെ വിജയകൃഷ്ണനാണ് മീറ്റർ റെക്കോർഡോടുകൂടി ഈ സ്വർണം സ്വന്തമാക്കിയിരിക്കുന്നത്. പാലക്കാടിനാണ് വെള്ളി. ഏതായാലും വീണ്ടും തൃശ്ശൂരിന്റെ അക്കൗണ്ടിലേക്ക് ഒരു സ്വർണം കൂടി എന്ന് വരുന്നു. പക്ഷേ മലപ്പുറമോ പാലക്കാടോ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇനി സീനിയർ പെൺകുട്ടികളുടെ മത്സരം അല്പസമയത്തിനകം തന്നെ തുടങ്ങും. അത് 110 മീറ്റർ ഹഡിൽസിലാണ് ആ മത്സരം നടക്കുന്നത്. പിന്നാലെ തന്നെ ജൂനിയർ വിഭാഗങ്ങളിലെയും സബ് ജൂനിയർ വിഭാഗത്തിലെയും മത്സരങ്ങൾ നടക്കും. എന്തായാലും മലപ്പുറത്തിന്റെ കുതിപ്പ് തന്നെയാണ് കാണുന്നത്. മലപ്പുറം 9ാം സ്വർണം ഇന്ന് നേടിക്കഴിഞ്ഞിരിക്കുന്നു. ആകെ 9 സ്വർണ്ണമടക്കം അവർ 70 മുകളിലേക്ക് പോയിന്റിലേക്ക് പോയി. നിലവിലെ ചാമ്പ്യന്മാരായ പാലക്കാട് 2ാം സ്ഥാനത്താണ്. പക്ഷേ ഫൈനലുകൾ ധാരാളം വരാനിരിക്കുന്നു. ഇന്ന് ഇനിയും 12ഓളം ഫൈനലുകൾ ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മലപ്പുറത്തിനെ വെല്ലുവിളിക്കാൻ പാലക്കാടിനാകുമോ അതോ മലപ്പുറത്തിന്റെ കുതിപ്പ് തന്നെയാണെന്ന് കണ്ടറിയണം. എന്തായാലും മറ്റൊരു കാര്യം, ഗെയിംസ് ഇനത്തിൽ ഏറെക്കുറെ തിരുവനന്തപുരത്തിന്റെ ആധിപത്യം, അതിലൂടെ ഓവറോൾ ചാമ്പ്യൻഷിപ്പും ഏറെക്കുറെ തിരുവനന്തപുരം ഉറപ്പിക്കുന്ന കാഴ്ച കൂടിയാണ് കാണുന്നത്. എന്തായാലും ആവേശത്തിന്റെ ട്രാക്കിലാണ്. അവിടെ ഇനി സീനിയർ പെൺകുട്ടികളുടെ മത്സരത്തിനായുള്ള കാത്തിരിപ്പാണ്. ശരി, അനിൽ വാസുദേവാണ് വിവരങ്ങൾ നൽകിയത്.